ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും റേഷനരി വെച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിക്കാം കേട്ടോ. ഞാൻ ഇവിടെ വലിയ ഉള്ളിയില്ലേ, സവാള എടുത്തിട്ടുണ്ട്, അത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നീളത്തിൽ അരിഞ്ഞത്, പിന്നെ തക്കാളി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പിന്നെ മല്ലിത്താഴ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റേഷനരി, അതും പച്ചരി. ഞാൻ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമായ പൊടികൾ നോക്കാം. നമുക്ക് പട്ട, കറാമ്പ് വേണം. ഇത് ചിക്കൻ മസാല ഉണ്ടോ, കുറച്ച് മണത്തിന്. പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മറ്റേ കാശ്മീരി ചില്ലിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിടും. പിന്നെ നമ്മൾ അരി കഴുകുമ്പോൾ, മെയിനായിട്ട് റേഷനരി കഴുകുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം അത്ര അടിക്കില്ല കേട്ടോ. റേഷനരിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ഗരം മസാല, ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ. ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ സിമ്പിളായിരിക്കും. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പട്ടയും കറാമ്പും ഇല്ലേ, ഗ്രാമ്പു, നമ്മൾ കറാമ്പു എന്നാണ് പറയുക, നിങ്ങൾ ഗ്രാമ്പു, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, എളുപ്പത്തിൽ വേണം. നമ്മൾ കുറച്ച് ഉപ്പ്, ഒരു കളറ് ഉണ്ടോ. പക്ഷേ കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായി വഴണ്ട് വരണമെന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ചെറുതായിട്ട് വഴലുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും പറയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ആണ്. പക്ഷേ കാര്യമില്ല, നമ്മളിതൊന്ന് പച്ചമണം മാറുന്ന പിന്നെ തക്കാളി ഇടുമല്ലോ. തക്കാളി ഇടുമ്പോൾ പിന്നെ അതിൻ്റെ തക്കാളിൻ്റെ വെള്ളം അതിലുണ്ടാകുമ്പോൾ അടിപിടിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട്, അതായത് 2 വലിയ ഉള്ളിക്ക് 3 തക്കാളി, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കളറൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായി വഴണം. തക്കാളി നന്നായി വെന്ത് ഉടയണം കേട്ടോ. ആ തക്കാളിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. മീൻസ് തക്കാളിൻ്റെ, നമ്മൾ ബിരിയാണിക്ക് കൂടുതൽ തക്കാളിയാണല്ലോ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ തക്കാളിയാണ് നമ്മുടെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ ഇതുപോലെ റേഷനരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണിയാണോ തക്കാളി ചോറാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മസാലകളൊക്കെ ഇടുന്നത് കൊണ്ട് ഇതൊരു ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എടുത്ത് വെച്ച എല്ലാ പൊടികളും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമുക്ക് നന്നായി ഒന്ന് ഇതാക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയില്ലേ, അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നമ്മൾ നന്നായി കുത്തി ഉടയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എങ്ങനെയാണോ, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ അരി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്യുക. ചിലവർ വെള്ളം തിളച്ച ശേഷം അരി ഇടാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അരി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ ബെനിഫിറ്റ് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. എന്നാലും നമ്മളത് നന്നായി മിക്സ് ചെയ്യുമ്പോൾ കൊണ്ട് അരി കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അളവ് മറക്കരുത് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പരുവത്തിൽ നമ്മൾ ഉപ്പ് നോക്കണുണ്ട്. നമ്മളെ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേട്ടോ. നമുക്ക് ഒരു 3 വിസിൽ മതിയാവും. ചിലപ്പോൾ ചില അരിക്കൊക്കെ 2 വിസിലാണെങ്കിൽ മതി. നമ്മൾ 3 വിസിൽ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ കളറ്, ശരിക്കും ബിരിയാണി മാറി നിൽക്കില്ലേ? നിങ്ങൾ പറയുമോ? നമ്മൾ കുറച്ചും കൂടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായി ഇളക്കി സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, നമുക്ക് കളറ് കാണുമ്പോൾ തന്നെ ബിരിയാണി മാറി നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനോട് സലാഡൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്